മലയാളി വാർത്താ ഘടന എന്ന ചാനലിലേക്ക് സ്വാഗതം. ഓരോ രാജ്യം എന്ന് പറയുന്ന ജിയോഗ്രാഫി എന്ന് പറയുന്നത് ഈ മതങ്ങളുണ്ടായ പോലെ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാരണം കൊണ്ട് ഓരോരുത്തർ പിടിച്ചടക്കി വെച്ചത് അങ്ങായെന്നുള്ളതേ ഉള്ളൂ. അല്ലെ ഭൂമി എല്ലാവർക്കും എല്ലാം അവകാശപ്പെട്ട് ഒന്നിച്ചു കിടക്കുന്നു. പല കാലഘട്ടങ്ങളിലായിട്ട് ധാരാളം ഏകാധിപതികൾ ലോകത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ കോടാനുകോടി ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. നിരപരാധികളുടെ മേൽ കള്ളക്കേസ് ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ കണ്ടില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഉറങ്ങാൻ പേടിക്കേണ്ടതുള്ളെന്ന് പറഞ്ഞ് അയാളുടെ മടിയാണ് ഏറ്റവും കനമുള്ളത്. അയാൾക്കെതിരെ അയാളിവിടെ കുറ്റം ചെയ്യുന്ന ആരെയും അയാൾ ജയിലിലിട്ടിട്ടുള്ളത്. കുറ്റം ചെയ്യാത്ത നിരപരാധികളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പിടിച്ചുകൊണ്ട് പോവാം. എന്നിട്ട് കോടതി ചെന്നിട്ട് ആ കേസ് 6 മാസമായാലും കേസില്ല, പിന്നെ അന്വേഷണവും ഇല്ല. അറസ്റ്റ് ചെയ്ത് ജയിലിടുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അപ്പോൾ 14 ദിവസം ഈ റിമാൻഡ് എന്ന് പറയുന്ന ഒരു കാലഹരണപ്പെട്ട ഫിലോസഫിയാണ് നമ്മുടെ ജുഡീഷ്യറിയൊക്കെ ഫോളോ ചെയ്യുന്നത്, നീതിന്യായ വ്യവസ്ഥ. അതൊക്കെ പണ്ടേ എടുത്തു കളയേണ്ടതാണ്. ഈ ആരെ കൊണ്ടുവന്ന് എന്തെങ്കിലും കുറേ വകുപ്പുകൾ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അവരോടനെ 14 ദിവസത്തേക്ക് വിടുക എന്ന് പറയുന്നത്, അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ആ ഒരു വകുപ്പുള്ളത് കൊണ്ടാണ് ഈ പോലീസുകാരും ഈ ഭരണം നടത്തുന്നവരും നിരപരാധികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത്. അതേ സ്ഥാനത്ത് അങ്ങനെ ഈ കുണ്ടിയിൽ നമ്മൾ ജയിലിലിടാതെ അവരെ സ്വന്തം ജാമ്യത്തിലെങ്കിലും വിട്ടാൽ കുഴപ്പമൊന്നും, അന്വേഷണത്തിന് എങ്ങനെ അവരെ തടസ്സം ചെയ്യുന്നു? അല്ലെ, തെളിവുകൾ നശിപ്പിക്കുന്നവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞേ നശിപ്പിക്കപ്പെടുള്ളൂ. അവർക്ക് നേരത്തെ നശിപ്പിക്കത്തില്ലേ? വിവരമുള്ള തെളിവ് വെച്ച് ബാക്കി വെച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫിലോസഫി എടുത്തു കളഞ്ഞാൽ തന്നെ നമ്മുടെ ഭരണ സംവിധാനം കുറേ മെച്ചപ്പെടും. കാലാകാലങ്ങളിലായിട്ട് എന്തേലൊക്കെ ഇവിടെ നല്ല മാറ്റങ്ങൾ വന്നു തന്നെ സുപ്രീം കോടതിയൊക്കെ ഓരോ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന 75% വകുപ്പുകളും ഇഡിയോട്ടിക്കാണ്. അത് ഓരോ കാലഘട്ടത്തിൽ സുപ്രീം കോടതി പറയും അതിനെ അങ്ങനെ വേണ്ട, ഇതിങ്ങനെ മതിയെന്ന്. അപ്പം പിന്നെ അതെല്ലാവർക്കും സംഭവം. അല്ലെങ്കിൽ അങ്ങനെ ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ ഒരു ഭരണകർത്താവിനും താല്പര്യമില്ല. ലോകത്തിൽ ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ഭയങ്കര മുൻതൂക്കം ഉണ്ടായിരുന്നു. ആറ്റം ബോംബൊക്കെ ഇട്ട് നശിപ്പിച്ചുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലത്തേക്ക് ലോകത്ത് മറ്റുള്ള വലിയ രാജ്യങ്ങൾ, ഇപ്പോൾ ചൈനയാണേലും റഷ്യ ആണേലും എവിടെയും കയറി ആക്രമിച്ചിട്ടില്ല. അത് വേറെ രാജ്യത്തെ കീഴടക്കാൻ. പിന്നെ ഉണ്ടായത് സദ്ദാം ഹുസൈനാണ് കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കാൻ പോയത്. അപ്പോൾ അയാളെ ഈ പോലീസ് ഇടപെട്ട് അവിടെ പിന്തിരിപ്പിച്ചു, അല്ലെങ്കിൽ തോൽപ്പിച്ചു വിട്ടു. അങ്ങനെ ഒരു പോലീസ് ഇല്ലായിരുന്നെങ്കിൽ സദ്ദാം ഹുസൈൻ കുവൈറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൾഫ് രാജ്യങ്ങൾ സദ്ദാം ഹുസൈൻ്റെ കസ്റ്റഡിയിലായേനെ. അപ്പോൾ ഒരു ലോക പോലീസിൻ്റെ ആവശ്യമുണ്ട്, ഒരു ലോകക്രമം. അതിപ്പോൾ ഈ ഭരിക്കുന്ന ഓരോ രാജ്യത്ത് ഭരിക്കുന്നവരുടെ ഫാമിലി കുത്തകയല്ല ആ രാജ്യം. അപ്പോൾ ആ രാജ്യത്ത് ജനങ്ങളെ ശരിക്കും സേവിക്കാൻ പറ്റില്ലാത്ത ഏകാധിപതികൾ ഉണ്ടായാൽ അവരെ എടുത്തു മാറ്റി അവരെയും വിചാരണ ചെയ്യാനൊരു സംവിധാനം